സ്വാമി ശരണം. നേരം ഓൺലൈൻ്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അനവധി എപ്പിസോഡുകളിലൂടെ അനവധി സത്സംഗങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അറിവ് നിങ്ങൾക്ക് വേണ്ടി പങ്കിടുന്നത് കർക്കടക മാസത്തിൽ അമാവാസി ദിനത്തിലുള്ള ബലിതർപ്പണത്തെക്കുറിച്ചാണ്. പൊതുവായിട്ട് എല്ലാ ഹിന്ദു വിശ്വാസികളും കർക്കടക മാസത്തിലെ അമാവാസിക്ക് പിതൃമോക്ഷദായകങ്ങളും പിതൃപ്രീതികരങ്ങളുമായിട്ടുള്ള ആചരണങ്ങൾ പല ദേശത്തും നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിതൃതർപ്പണങ്ങൾ നടത്തുന്ന ഒരു കാലമാണ് കർക്കടക മാസത്തിലെ അമാവാസി ദിനം. അതിന് ആചാര്യന്മാർ വിധിക്കപ്പെട്ടിട്ടുള്ളത് പിതൃതർപ്പണത്തിനും അതേപോലെ പിതൃകാര്യങ്ങളായിട്ടുള്ള ആചരണത്തിന് അതിപ്രാധാന്യമായിട്ടുള്ള ചില ദേവസ്ഥാനങ്ങളുണ്ട്. അത് തെക്ക് തിരുവല്ലം, വർക്കല, തിരുനെല്ലി, തിരുനാവായ എന്ന് തുടങ്ങി അനവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, പുണ്യതീർത്ഥങ്ങളിൽ, സ്നാനഘട്ടങ്ങളിൽ എല്ലാം അതിപ്രാധാന്യമായി അർഹിച്ചു വരുന്നു. അതിനപ്പുറത്ത് ചില ദേശങ്ങളിൽ അവരുടെ നാട്ടിൽ ദേശത്ത് പ്രാധാന്യമർഹിക്കുന്ന മഹാവിഷ്ണു സങ്കേതങ്ങളിൽ ഏതെങ്കിലും സ്നാനഘട്ടങ്ങളുണ്ടെങ്കിൽ അവിടെയും ബലിതർപ്പണങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിലെ ബലിക്ക് ഒരു സങ്കല്പമുള്ളത് എല്ലാവർക്കും അവരുടെ കുടുംബത്തിലെ സമസ്ത പിതൃക്കൾക്കും വേണ്ടി, അവരുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി, സായുജ്യം ലഭിക്കുന്നതിന് വേണ്ടി ആചരിക്കപ്പെടുന്നതാണ് ഈ കർക്കിടക മാസത്തിലെ അമാവാസി ദിനം. അന്ന് ഇതേപോലെയുള്ള പുണ്യ സ്നാനഘട്ടങ്ങളിലും പുണ്യകേന്ദ്രങ്ങളിലും പോയി ആചാര്യ നിർദ്ദേശമനുസരിച്ച് ബലിതർപ്പണം ചെയ്യുന്നത് അതിപ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അമാവാസി ദിനത്തിലെ ശ്രാദ്ധം സമസ്ത പിതൃക്കൾക്കും വേണ്ടിയുള്ളതാണെങ്കിൽ മരണാനന്തരമായി നമ്മൾ ശ്രാദ്ധമിടുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശികൾ, അതായത് അവരുടെ പരമ്പരകൾ, സന്താന പരമ്പരകളായാലും അടുത്ത അവകാശികൾ ബലികർത്താക്കളായി മാറുന്നു. അവരാണ് ഈ പിതൃവിൻ്റെ അല്ലെങ്കിൽ ഈ മരിച്ചയാളിൻ്റെ ശ്രാദ്ധം കൂട്ടുവാൻ അവകാശപ്പെട്ടത്. മരിച്ച ഒരാളിൻ്റെ അടുത്ത അവകാശിയായിട്ടുള്ളവർ അവരുടെ പൂർവികർക്ക് വേണ്ടി, അവരുടെ പിതൃക്കളായി കൽപ്പിക്കപ്പെടുന്നവർക്ക് സായുജ്യം ലഭിക്കുവാൻ, അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ ബലിതർപ്പണം എന്നുള്ളത്. മരണാനന്തരം മരിച്ചു കഴിഞ്ഞാൽ പല ദേശങ്ങളിൽ പല ആചാരങ്ങളായി നടന്നു വരുന്നുണ്ട്. പൊതുവായി ഹിന്ദുവിന് 16 ദിനങ്ങൾ പുലയായി നമ്മൾ ആചരിക്കപ്പെടും. ഈ പുലയായിട്ടുള്ള ദിനത്തിൽ നിത്യബലിയും, അത് കഴിഞ്ഞാൽ 16ൻ്റെ അന്ന് ആ പിണ്ടമടിയന്തരം എന്നുള്ള സങ്കല്പത്തിൽ പരിപൂർണമായ ക്ഷത്രപിണ്ഡ സമർപ്പണത്തോടുകൂടി ബലിയിട്ട് പൂർത്തീകരിക്കുകയുമാണ് പതിവ്. ചില വിശ്വാസികൾ അവരുടെ പൂർവികർക്ക് വേണ്ടി 1 വർഷം വരെ ദീക്ഷ ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ അവരുടെ സ്വന്തം അച്ഛൻ, അമ്മ എന്നുള്ള അടുത്ത സങ്കല്പങ്ങൾക്ക് പിന്നീട് എല്ലാ വർഷത്തിലും അവർ മരിച്ച ചിലർ ദിനം, ചിലർ നക്ഷത്രം എടുക്കാറുണ്ട്. ചിലർ എടുക്കുന്നത് തിഥിയാണ്. നക്ഷത്രത്തിലോ തിഥിയിലോ, തിഥി എടുക്കുമ്പോൾ കറുത്ത പക്ഷമോ വെളുത്ത പക്ഷമോ എന്നൊരു വകഭേദവുമുണ്ട്. നക്ഷത്രമാണെങ്കിൽ ഒരു മാസത്തിൽ 2 നക്ഷത്രം വന്നാൽ ആദ്യം വരുന്ന നക്ഷത്രത്തിന് ശ്രാദ്ധം അല്ലെങ്കിൽ പിതൃകർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ ആ ദിനത്തിൽ തന്നെ പോയി ബലിയിടുക, ശ്രാദ്ധം കൂട്ടുക എന്നുള്ളതാണ് മരണാനന്തരമായി നമ്മൾ ആ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ പിതൃപ്രീതിക്ക് വേണ്ടിയുള്ള ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം പൂർവികരായിട്ടുള്ളവരാണ് നമ്മുടെ സൃഷ്ടാക്കളായും ഒരുപക്ഷെ നമ്മുടെ ജീവനെല്ലാം ഈ ഭൂമിയിലോട്ട് തന്നത് മാതാവേ, പിതാവേ എന്ന് തുടങ്ങിയ പിതൃക്കളും അല്ലെങ്കിൽ പൂർവികരുമാണ്. ആ പൂർവികരുടെ സ്മരണ നിലനിർത്തുക എന്നുള്ളത് ഒരു മനുഷ്യജന്മത്തിൽ ഏതൊരു വിശ്വാസിക്കും അത് അതിപ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ പരമ്പരകൾക്കെല്ലാം തന്നെ
സർവ്വ അഭിവൃദ്ധിക്കും, അതേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പിതൃസ്മരണയിലൂടെ ആ സങ്കീർണ അവസ്ഥയിലെല്ലാം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാനല്ല ആ ഓർമ്മകൾ, ആ പിതൃക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ നമുക്ക് അനുഗ്രഹമാകുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിശ്വാസം എന്നുള്ളതിനുപരി നമ്മുടെ പൂർവികരായിട്ടുള്ളവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അദൃശ്യമായ ഒരു താങ്ങും തണലും അവരുടെ ഒരു പ്രചോദനം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് തന്നെ. അതോടൊപ്പം ആത്മീയമായ ചിന്താഗതിയിലൂടെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആചരണങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. കർക്കടക മാസത്തിലെ കർത്തവാവിന് ബലിയിടുന്നു എന്നതുപോലെ തന്നെ എല്ലാ വാർഷിക ശ്രാദ്ധമാണെങ്കിലും അതിന് എന്നാണോ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നത് അതിന് തലേനാൾ ഒരിക്കലോടുകൂടി ഒരു വ്രതം ആരംഭിക്കണം. മത്സ്യമാംസാദികളെല്ലാം ത്യജിച്ച് എല്ലാ തരത്തിലും പരിശുദ്ധമായ മനസ്സോടുകൂടി ആ വ്രതം ആരംഭിച്ച് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ പിതൃസ്മരണയിൽ ഒരു ദിനം പൂർത്തീകരിച്ചിട്ട് മരണാനന്തര ബലിയായിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാർഷിക ബലിയാണെങ്കിൽ ആ തീരുമാനിച്ചിട്ടുള്ള തിഥിയിലോ അല്ലെങ്കിൽ നക്ഷത്രത്തിലോ പോയി ഏതെങ്കിലും സ്നാനഘട്ടത്തിലോ തീർത്ഥഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ തിരുവല്ലം, തിരുനെല്ലി, വർക്കല എന്ന് പറയുന്നതായ കേരളത്തിലെ പിതൃതർപ്പണങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലോ പോയി ബലിയിടുക. കർക്കടകത്തിലെ അമാവാസിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആചരിക്കപ്പെടേണ്ടത്. അത് കഴിഞ്ഞാൽ ആ പിതൃസ്മരണയോടുകൂടി അവിടെ ബലി സമർപ്പിച്ച് പറ്റുമെങ്കിൽ ആ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി സർവപാപ മോചനത്തിനായിട്ട് അവിടെ തിലഹവനം നടത്തുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ക്ഷേത്രപിണ്ഡം സമർപ്പിച്ചു കഴിഞ്ഞാൽ തിലഹവനവും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ ശ്രാദ്ധകർമാദികൾ പരിപൂർണമായി എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഒരുപക്ഷെ ഇതിനൊന്നും സാധിക്കാത്തവർ സ്വന്തം ഭവനത്തിൽ ചാണകം മെഴുകി അതിൽ ശുദ്ധമായ ഹവിസ്, ഉണക്കലരി കൊണ്ട് ശുദ്ധമായ ഹവിസ് നിർമ്മിച്ച് ജലഗന്ധ പുഷ്പങ്ങളോടുകൂടി വാട്ടിയ തൂശനിലയിൽ ദർഭപ്പുല്ല് വിരിച്ച് അതിൽ ഈ ഹവിസിനെ ഒരു പിണ്ടമായി ഉരുട്ടി അതിൽ തിലം, എള്ള് സമർപ്പിച്ച് ചെറുള എന്ന് പറയുന്ന ബലിപുഷ്പവും കൂടി അത് സമർപ്പിച്ച് സമസ്ത പ്രാർത്ഥനയോടുകൂടി അങ്ങനെ വരുന്ന ഒരാചരണവും ചിലർ ചെയ്യാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പിണ്ടം സമർപ്പിക്കപ്പെടുന്ന പിണ്ടത്തിനെ അതിന് സ്വീകരിക്കാൻ വരുന്നത് കാക്ക ആണെന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സമർപ്പിക്കപ്പെടുന്ന ആ പിണ്ടത്തിനെ പൂർവികരുടെ ഒരു ദൂതനായി, യമലോകത്തു നിന്നും ഒരു ദൂതനായി എത്തുന്ന ആളാണ് കാക്ക എന്നാണ് ഒരു വിശ്വാസം. യമലോകത്തെ ഒരു കാവൽക്കാരനായി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ദൂതനായിട്ടാണ് കാക്കയെ സങ്കല്പിച്ചു പോരുന്നത്. അപ്പോൾ കാക്ക വന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാക്ക വന്ന് അത് ഭുജിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി എന്നൊരു വിശ്വാസം ഇന്നും നിലനിന്ന് വരുന്നുണ്ട്. കാക്കയിൽ കാണുന്ന ഒരു പ്രത്യേകത, അതും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആത്മീയമായ പല കാര്യങ്ങളിലൂടെയും ഭൗതികമായ ഈ മാനവരാശിക്ക് പല സന്ദേശങ്ങളുമുണ്ട്. കാരണം ഒരു ഭക്ഷണം ഒരാൾ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ അവൻ ഭുജിക്കുവാൻ വരുമ്പോൾ അവൻ ഒറ്റയ്ക്ക് വന്ന് ഭുജിക്കാറില്ല. അത് ഭുജിക്കുവാൻ നമുക്ക് ലഭിച്ച ഭക്ഷണമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ കാക്ക അവൻ്റെ പ്രത്യേക ശബ്ദത്തിൽ അത് കൂകി വിളിച്ച് അതിൻ്റെ കൂടെയുള്ളവരെ കൂടെ വരുത്തി ആണ് അവൻ ആ ഭക്ഷണം സ്വീകരിക്കുക എന്ന് ഒരു മാതൃകയെ നമുക്കിതിലൂടെ ദർശിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആത്മീയവും ഭൗതികമായ എല്ലാ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആചരണങ്ങളാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ കുടികൊള്ളുന്നത്. ഈ മാനവരാശിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാ തരത്തിലും പ്രചോദനവും എല്ലാ തരത്തിലും ഒരു ധൈര്യവും ആത്മധൈര്യവും എല്ലാം നൽകുന്നത് പൂർവികരാണ്. പൂർവികരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിശ്വാസങ്ങളുമാണ് എന്നാണല്ലോ നമ്മൾ കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് പൂർവികരുടെ സർവ്വ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും ഈ പിതൃമോക്ഷങ്ങളായിട്ടുള്ള ശ്രാദ്ധകർമാദികളിലൂടെ
എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ പൂർവീകമായ പിതൃക്കൾക്ക് വേണ്ടി ആചരിക്കപ്പെടുന്ന അതിവിശേഷപ്പെട്ട കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് അനവധി അനുഗ്രഹങ്ങൾ ലഭിച്ച് കുടുംബത്തിൽ ശാശ്വതമായ സമാധാനവും ശാന്തിയും, അതുമാത്രവുമല്ല അടുത്തു വരുന്ന സന്താന പരമ്പരകൾക്ക് എല്ലാത്തിനും ഒരു പ്രചോദനവുമായി മാറുകയും നമ്മൾ നമ്മുടെ പൂർവികരെ സ്മരിക്കുമ്പോൾ അടുത്തു വരുന്ന തലമുറ പൂർവികർക്കുള്ള ബന്ധം, പൂർവികർക്ക് കൊടുക്കേണ്ടതായ ഒരു ബഹുമാനം, ആദരവ് എന്താണ് എന്ന് അവർ കണ്ടുപഠിക്കുകയും അത് നിലനിർന്നു പോവുകയും ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അങ്ങനെ ആ ആചരണങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ആത്മീയമായ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ദാനകർമ്മങ്ങൾ, അതുപോലെ മാനവരാശിക്ക് ഒരുപക്ഷെ ഭക്ഷണം ഇല്ലാത്തവർക്ക് കുറച്ച് ദാനം ചെയ്യുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രദാനങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ദാനകർമ്മങ്ങളെല്ലാം ഈ മരിച്ചുപോയ വ്യക്തിയുടെ സ്മരണയ്ക്കായിട്ട് അവർ മരിച്ച ദിനത്തിൽ ചെയ്തു വരുന്നു എന്നുള്ളതും ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി തന്നെ എല്ലാ ജനങ്ങളും കാണണം. ഇങ്ങനെ അനവധി ദാനധർമ്മങ്ങളിലൂടെയും അനുഷ്ഠാന കർമ്മങ്ങളുടെയും സമ്പുഷ്ടമായ ഒരു പിതൃപ്രീതിക്ക് വേണ്ടി നടന്നു വരുന്ന ഒരു വലിയ മഹത്തരമായ സംസ്കാരമാണ് നമ്മുടെ ഭാരത സംസ്കാരം, വിശിഷ്യ കേരളത്തിൽ ആചരിച്ചു പോരുന്നതായ സംസ്കാരം എന്നും എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും പിതൃപ്രീതികരമായ പിതൃക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക. വളരെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ വരുന്ന അമാവാസി ദിനത്തിൽ എല്ലാവരും ആചരിക്കുക. എല്ലാവർക്കും അതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ശാന്തിയും സമാധാനവും അവർക്കും അവരുടെ പരമ്പരകൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.